ബലാത്കാരികൾ ബലാത്കാരേണ ദൈവരാജ്യത്തെ അവകാശമാക്കുന്നു. ദൈവരാജ്യം നമ്മുടെ അവകാശമാണ്. എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. ദൈവനീതിയാണ്. ദൈവനീതി അത് ദൈവം സ്ഥാപിച്ചതാണ്, കാൽവറിയിൽ സ്ഥാപിച്ചതാണ്. തൻ്റെ പുത്രനായ യേശുവിനെ തകർത്തുകൊണ്ട് യേശുവിൻ്റെ രക്തം കൊണ്ട് സ്ഥാപിച്ചതാണ് ദൈവനീതി. സമാധാനം അത് രക്തം ചൊരിഞ്ഞ് നമുക്ക് വേണ്ടി ദൈവം കരുതിയ ഒരു വലിയ അനുഗ്രഹമാണ് സമാധാനം. പരിശുദ്ധാത്മാവിൽ സന്തോഷം. ദൈവം തന്നെ നമ്മുടെ ഉള്ളത്തിലേക്ക് ഇറങ്ങി വരിക, നമ്മുടെ ഉള്ളിൽ വസിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ അവകാശമാണ്. ബലാത്കാരികൾ ബലാത്കാരേണ ദൈവരാജ്യത്തെ അവകാശമാക്കും. നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെയാ. നിങ്ങൾക്കൊരു വീടുണ്ടെങ്കിൽ ആ വീട് നിങ്ങളുടെ പേരിലാണെങ്കിൽ, നിങ്ങളുടെ പേരിലാണ് എന്ന് എഴുതിയ ഒരാധാര രേഖ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് എത്ര ദൃഢതയുണ്ടാവും. ആരെങ്കിലും നിങ്ങളുടെ വീടിനെ കൈവശപ്പെടുത്താൻ വന്നാൽ, അനധികൃതമായി കുടിയിരിപ്പുകളുണ്ടെങ്കിൽ, അവകാശവാദങ്ങളുണ്ടെങ്കിൽ, ആ രേഖയെക്കുറിച്ചുള്ളൊരറിവ് നിങ്ങൾക്ക് നൽകുന്നൊരു ധൈര്യമുണ്ടല്ലോ, അസാധാരണ ധൈര്യമായിരിക്കും. അതെ, ഈ ഭൂമിയിൽ എല്ലാ രേഖകളെക്കാളും ആധികാരികമായ രേഖയാണ് വിശുദ്ധ വേദപുസ്തകം. സ്വർഗത്തിൽ നമുക്ക് തന്നതാ. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആരാ നമുക്കറിയാം. ഈ ലോകത്തിൽ എത്ര രാജ്യങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഓരോ രാജ്യത്തിലും ഓരോ ഭരണകർത്താക്കളുണ്ട്. ഈ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്ന സ്വർഗീയ ദൈവമായ യഹോവ സ്വർഗത്തിൽ നിന്ന് നിനക്ക് നൽകി തന്ന രേഖയാണത്. ദൈവരാജ്യം നിൻ്റെ അവകാശമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനമുണ്ട്. ഇപ്പോൾ ഉണ്ടെന്ന്. ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല, നീ സമാധാനം കാണില്ല എന്ന് വാദിക്കുന്ന ശക്തികളുടെ നടുവിലാണ് ഈ ദൂത് വരുന്നത്. നിങ്ങൾക്കിപ്പോൾ ഉണ്ട്, സ്വർഗത്തിൽ ചെന്നിട്ടല്ല. ഇപ്പോൾ ഉണ്ട്. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഓരോ വീട്ടിലും ചെന്നിട്ട് പറയണം ഈ വീട്ടിന് സമാധാനമെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്ലെയിം ചെയ്യണം. അത് ഒരു കുരുക്കാണെങ്കിൽ, ഒരു വലിയ തർക്കവും വാദവും ഒക്കെ മുറുകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പോലീസിനെ വിളിക്കും. കോടതിയിൽ പോകേണ്ടതാണെങ്കിൽ അങ്ങനെ പോകും. വാദം നടക്കും. നല്ല വക്കീലിലേക്ക് വെച്ച് വാദിക്കും. രേഖ നമുക്ക് അനുകൂലമാണെങ്കിൽ കേസ് ജയിക്കുമെന്ന് നമുക്ക് നല്ല ബോധ്യമല്ലേ? അതെ, അതുപോലെയാണ്. സ്വർഗീയ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ ഈ കേസൊന്ന് വെക്കണം. ഒന്ന് ഉപവസിച്ചാൽ മതി. ഉപവാസത്താലും പ്രാർത്ഥനയിലൊക്കെ ജാതീയ ശക്തികൾ നീങ്ങിപ്പോക്കോളും. പോരാട്ടങ്ങൾ അവസാനിച്ചോളും. നിനക്ക് സമാധാനം ഉണ്ടാവും. ദൈവം തൻ്റെ ജനത്തിന് സമാധാനം നൽകും, ശക്തി നൽകും, അവരെ അനുഗ്രഹിക്കുമെന്നുള്ളത് വാഗ്ദത്തമാണ്. നമുക്ക് വേണ്ടി വാദിക്കാനൊരു വക്കീലുണ്ട്. നമ്മുടെ കാര്യസ്ഥനാണ്, നമ്മുടെ കർത്താവാണ്, നമ്മുടെ അപ്പനാണ്. സ്വർഗത്തിലുണ്ട്. വാദിക്കും. രക്തം കൊണ്ട് സംസാരിക്കും. രക്തം ഒഴുക്കിയതാ. അന്യായ ബന്ധനങ്ങളെയൊക്കെ ദൈവം അഴിക്കും. യേശുവിൻ്റെ മേൽ പിതാവ് ചുമത്തിയത് ന്യായമായ ബന്ധന. ആ ന്യായമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധനമാണ്. അത് ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചുമക്കുന്നത് അന്യായ ബന്ധനമാണ്. യേശു വിഷയം ഏറ്റെടുക്കും. പ്രാർത്ഥിച്ചാൽ മതി, ഉപവസിച്ചാൽ മതി. രേഖ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കൈവശപ്പെടുത്തണം. നിങ്ങൾക്ക് അവകാശപ്പെട്ടത്, ദൈവം കരുതി വച്ചത്, നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതിയത് അനുഭവിക്കാനുള്ളതാണ്. ദൈവസന്നിധിയിൽ ദൈവം നൽകിയ വാഗ്ദത്തങ്ങളെ ഓർപ്പിച്ചുണർത്തിക്കൊണ്ട് പോരാടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.